ആ ഡോർ ലോക്കി. എന്തിനാ? ഹാ ലോക്കി പറയാം. നീ എന്തി 1 കിലോമീറ്റർ ദൂരെ പോയിരിക്കണേ? വാ അങ്ങ് അടുത്ത് വന്നിരിക്കേ. ഓക്കെ, ഇങ്ങ് അടുത്ത് വന്നിരിക്കേ. എന്താ? ഒന്നുമില്ല. നീ മുടി കേടുതീർന്നോ? ഇതിങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ഓക്കെ, അതൊക്കെ പോട്ടെ, നീ കാര്യം പറ. അത് പിന്നെ എനിക്ക് എന്താടാ? എടി നീ പകല് മൊത്തം കിടന്ന് ഉറക്കുവാണ്, നീ വരുന്നില്ലേ? ഞാൻ ഇപ്പൊ വരാം, ഒരു 10 മിനിറ്റ്. ഒന്ന് മൂടായിട്ട് വരുമായിരുന്നു. താൻ അർജന്റായിട്ട് എന്തോ കാര്യം പറയണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കണേ? സോറി, ഇച്ചിരി പരിപാടി ഉണ്ടായി, അതാ ലേറ്റ് ആയ. അല്ല, ബിനു വന്നില്ലേ? അത്തെൻ്റെ അരമണിക്കൂർ വിളിച്ചിട്ട് 5 മിനിറ്റ് എന്ന് പറഞ്ഞാണ് അവൻ എപ്പോഴേലും മറ്റേ. ഇതേ പിന്നെ ചീറം പരിപാടിയാണ് സെറ്റ് ചെയ്തേക്കണത്. അടിച്ച് തറകണ നമുക്ക് ജിന്ന് റമ്മ് ബീർ. ഓ എന്റെ മോനെ, ഇന്ന് ഒരു പരിപാടിക്കും ഞാനില്ല. പ്രിയ വീട്ടിൽ ഒറ്റയ്ക്ക, സോ നോ ഡ്രിങ്ക്സ്. മൂടങ്ങ് പോയി. അതെ ബിനു, ഓടാ കോപ്പേ, എടാ എന്നെങ്കിലും പറഞ്ഞ സമയത്ത് വരാൻ പഠിക്കടാ. അല്ല, നീ കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട. ഇതിന് മുന്നേ കുറേ നുണ പറഞ്ഞിട്ടില്ലേ? അതിനകത്ത് ഏതിനും ഒരു നുണ ഞാൻ എൻ്റെ അടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ആ സംഭവം വേറൊന്നുമല്ല, നമ്മുടെ ചെറുക്കൻ അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിൽ നിന്ന് മാനേജർ പോസ്റ്റിലേക്ക് പ്രൊമോഷൻ കിട്ടി. അത് പറയാൻ വേണ്ടി എല്ലാത്തിനും വിളിച്ചൊരുത്തേക്കണേ. ഇന്ന് അതിൻ്റെ ചിലവും ഉണ്ടാവും. കൺഗ്രാറ്റ്സ് ബ്രോ. കൺഗ്രാറ്റ്സ്. അപ്പോൾ എങ്ങനെ റെഡി? ഏത് ബാറിൽ പോകണം? ബാറിലൊന്നും പോകണ്ട, പിന്നെ എൻ്റെ വീട്ടിൽ കൂടാം. ഒരു വീട്ടിക്കുള്ള സാധനം എൻ്റെ കയ്യിലുണ്ട്. എന്നാലും നിനക്ക് നിന്ന് ഇത്ര സ്നേഹം അതൊക്കെ ഉണ്ട്, പറയാം. എന്നാ നിങ്ങൾ രണ്ടൊന്ന് വീട്ടിലേക്ക് വിട്ടോ, ഞങ്ങൾ സാധനം വാങ്ങിച്ചോണ്ട് വരാം. പിന്നെ ഇതിനൊന്ന് വീട്ടിലേക്ക് ആക്കിയ കേട്ടോ. അല്ല, അപ്പൊ ഇവിടെ അടിക്കണല്ലേ? ഞാൻ അടിക്കണ്ട്. എടി പിശാശ, അപ്പൊ നീയല്ലേ പറഞ്ഞത് പ്രിയ വീട്ടിലൊറ്റയ്ക്കാണ് അടിച്ചിട്ട് പോകാൻ വയ്യാന്ന്? ഞാനിപ്പോ പറഞ്ഞ് നിനക്ക് തോന്നിയതായിരിക്കും. അവള് പിന്നെ കസിന്റെ വീട്ടിലാണല്ലോ. എന്നാ ഇതിനും കുട്ടിക്ക് പോകുമ്പോ ശരി 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 പോവാം. വാ. എടോ വാ, വന്നിരിക്കി. ഇങ്ങനെ അല്ലായിരുന്നല്ലോ. അല്ല, ഡോറിലൊക്കെ ഉണ്ട്. എന്തിന് ഡോറൊക്കെ അമ്മാരെങ്ങനാണ്? എന്തിലോട്ടെ. അമ്മ നാളെ ഉച്ചയ്ക്ക് എത്തില്ലേ? എവിടെ വന്നില്ലേ? വരുവാ. നീ 1 കിലോമീറ്റർ അകലെ പോയിരിക്കണ, അടുത്ത് വന്നിരിക്കേ. ഓക്കെ. എന്താ? നീ പറ. എടി, എനിക്ക്
എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. അത് മനസ്സിലായി. നീ ചുമ്മാ സമയം കളയാത്ത കാര്യം പറ. ആണോ? ഓക്കെ ഓക്കെ. അത് ഞാൻ നീ സെറ്റല്ലേ? ഏ ഇനി പറ. എന്താ? ഒന്നുമില്ല. അല്ല, അവന്മാരും അവിടെ പോയി സമയത്തിലായല്ലോ. അവന്മാരൊക്കെ വന്നോളൂ. നീ കാര്യം പറ. എടി, വേറൊന്നുമല്ല, നിന്നോടാണ് ഇത് ആദ്യം പറയേണ്ടതെന്ന് എനിക്ക് തോന്നി. നീയാണത് ഫസ്റ്റ് അറിയേണ്ടത്, ബിക്കോസ് നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ. അപ്പോൾ എടാ, നീ ഒരുമാതിരി കൊറിയൻ പടം പോലെ ടെൻഷൻ കേട്ടാതെ കാര്യം പറ. ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഓക്കെ. എടി എടി നെക്സ്റ്റ് വന്ന എൻ്റെ കല്യാണമാണ്. എടി എടി ബിയർ എവിടെ? എന്താ പെട്ടെന്ന്? എന്ത്? എന്താ പെട്ടെന്ന് കല്യാണം കഴിക്കുന്നേന്ന്? ഓ, അത് നീ എന്തിങ്ങനെ ഒഫൻഡ് ആവണേ? കേട്ടാ നാട്ടില്ല. ഓ, നിങ്ങളപ്പത്തേക്കും തുടങ്ങിയില്ലേ? ഞാനതേ ഒരു കുപ്പി അടിച്ചു തീർത്തത്. എടാ, നിങ്ങൾ അടിക്കാൻ ഞാൻ വാഷ്റൂം പോയി വരാം. എടോ, ഒരു ചേഴ്സെങ്കിലും പറഞ്ഞിട്ട് പോവായി. Cheers. ഇവളെന്താ ഒരുമാതിരി ഇഞ്ചി അടിച്ച മോന്ത പോലെ. എനിക്കറിയാൻ പറഞ്ഞായിരിക്കും. എടാ കൂട്ടാ, നിനക്കെന്തോ പറയാണ്ടെന്ന് പറഞ്ഞിട്ട് പറ. വേറൊന്നല്ല, നെക്സ്റ്റ് മന്ത് എൻ്റെ കല്യാണം. പോടാ. കൺഗ്രാറ്റ്സ് മാൻ. എന്നിട്ട് നീ ഇത് അവളോട് പറഞ്ഞില്ലേ? പിന്നെ അവളോട് പറയാണ്ട്, അവളോടല്ല ആദ്യം പറഞ്ഞത്. അവളത് കേട്ടോടെ എക്സൈറ്റ് ആയിട്ട് ബിയർ അടിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ വന്നത്. സംഭവം അവളുടെ കിളി പോകുന്ന എനിക്ക് ഉറപ്പായിരുന്നു. അതൊക്കെ പോട്ടെ, ആളാരാ? അത് എടി പതുക്കെ കുടിക്കടി, ഡ്രൈ ആണത്. നീ പറഞ്ഞേ, നീ എന്തോ പറയാണ്ടെന്ന് പറഞ്ഞു. ആ എടാ, ആളെൻ്റെ കൊളീഗാണ്. ഞങ്ങൾ തമ്മിൽ 6 മാസത്തെ പരിചയമുള്ളൂ. പക്ഷേ എന്തോ ഐ ഫെൽറ്റ് ഷീസ് ദ വൺ. 6 മാസം ഇവിടെ 10 വർഷം കൂടെ നടന്നിട്ട് അവന് തോന്നിയില്ല ഐ ആം ദ വൺ എന്ന്. അത് മാത്രമല്ല മാൻ, അവളുടെ കൂടെയുള്ള ഓരോ മൊമെൻസും അത്രയ്ക്ക് സ്പെഷ്യലായിരുന്നു. പിന്നെ അവളുടെ സ്പെഷ്യാലിറ്റി അവളുടെ കണ്ണുകളാണ്, അട്രാക്റ്റീവ് ഐസ്. അതിലാണ് ഞാൻ വീണത്. ഓ, ഒരു കണ്ണ്. എടാ, നാട്ടിലെ കുറച്ച് ഒഫൻ്റെ ആൾക്കാർ അവന്മാരെങ്കിൽ കാണിച്ചു തുടങ്ങും. അല്ലെങ്കിലും കുറെ അമ്മാവന്മാരുണ്ട്, പെമ്പിള്ളേര് ഷാളിട്ടില്ലേ അതിന് പ്രശ്നം. നല്ല ഡ്രസ് ഇട്ട് കഴിഞ്ഞാ അവള് പോക്കാന്ന് പറയുന്നത്. ഇനി രാത്രി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാലോ? പിന്നെ ഒന്നും പറയാൻ വേണ്ട. എന്താ പെണ്ണുങ്ങൾക്ക് മാത്രമാണോ പ്രോബ്ലം? ആണുങ്ങൾക്കില്ലേ? ഒരു 25 വയസ്സ് കഴിഞ്ഞ വീടിന്റെ ഉത്തരവാദിത്തം ഫുൾ തലയില. ഇച്ചിരി മൂടി നീട്ടി അപ്പ കഞ്ചാവ്. ഇനി സ്പോർട്സ് ബാഗ് എടുത്താലോ കാലം. ഇനിയിപ്പോ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചാലോ അപ്പൊ സർക്കാർ ജോലി വേണം. ഇനിയിപ്പോ ജോലി കിട്ടിയാൽ തന്നെ ലോൺ അടയ്ക്കാൻ തരയോ സാലറി? എന്താ ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? നീ പറഞ്ഞത് കറക്റ്റാ. എടാ, നമ്മളെ മാറ്ററിന്ന് പോയി. നീ പറഞ്ഞേ. ഞങ്ങളേ കപ്പിളായിട്ട് നാളെ ഫസ്റ്റ് ഡേറ്റ് ആണ്. മനസ്സിലായില്ല. എടാ, ഇത്ര നാൾ ഡേറ്റിന് വന്നു പറഞ്ഞാൽ ലൈസൻസ് ഉണ്ടായില്ലോ. ഇപ്പൊ കല്യാണം കുറപ്പിച്ചില്ല, അപ്പൊ ലൈസൻസ് ആയില്ലേ? എടാ, ലേറ്റ് ആയി, എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യും. എൻ്റെ പൊന്ന് കാര്യം അതേ 10 മണി ആയിട്ടുള്ളൂ. ഒരു 11 മണിയുടെ അപ്പം ഡ്രോപ്പ് ചെയ്യാം. ഒക്കെ പറ്റാമോണ്ടാ. ഞാൻ ബൂസ. നീ ബൂസെന്ന് എനിക്കറിയാം. അടിക്കി കുടിക്കി അടിച്ചാണ്. എടി, ഏത് മൊമെന്റിൽ ഒരു പെണ്ണ് കിസ് ചെയ്യുമ്പോഴാണ് മെമ്മറബിൾ ആവുന്നത്. സോറി. നീ ഒന്ന് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചെല്ലടാ, ചെല്ല്.
എന്താടി? ഓ, ഓപ്പൺ എയർ എൻജോയ് ചെയ്യാൻ വന്നതാണ്. എടാ കോപ്പേ, കുറെ നേരമായല്ലോ നീ അവിടെ വർണ്ണന തുടങ്ങിയിട്ട്. എനിക്കില്ലാത്ത എന്ത് കോപ്പാടാ അവക്കുള്ളത്? പറയടാ. അവിടെ കണ്ണ് കോപ്പ്. എന്റെ കണ്ണ് എന്താണ്? നിനക്ക് അട്രാക്റ്റീവ് അല്ലേ? 6 മാസം കൊണ്ട് അവനവളെ ഷീസ്റ്റ കോപ്പാക്കിയേക്കുന്നു. എന്താണ് 10 വർഷമായിട്ട് ഞാൻ നിന്റെ കൂടെ നടന്നിട്ട് നിനക്ക് അഹമ്മദവണ്ണം തോന്നിയില്ലടാ തെണ്ടി? എടി നീ പറ്റാണ് ഹരിത, നീ വന്നേ. നീ പറഞ്ഞിട്ട് പോയാ മതി. ശ്ശേ, അവക്കെന്നെക്കാൾ എന്താണ് കൂടുതലായിട്ടുള്ളത്? സൗന്ദര്യമാണോ അതോ സൈസോ? എടാ, ഒരാണിന് വേണ്ടത്ര സൗന്ദര്യവും സൈസൊക്കെ എനിക്കുണ്ട്. പറ, നിനക്കിതുവരെ എന്നോട് ഒന്നും തോന്നിയിട്ടില്ല? എടി എടി നീ എൻ്റെ ബെസ്റ്റി അല്ലേ? ബെസ്റ്റി? എടാ, ഈ വൺ സൈഡ് ലവ് എത്ര പെയിൻഫുൾ ആണെന്ന് നിനക്കറിയോ? അത് അനുഭവിച്ചവർക്കേ എൻ്റെ പെയിൻ മനസ്സിലാവത്തുള്ളൂ. എനിക്കും 6-8 ആ പെയിൻ മനസ്സിലാവാടാ. എന്ത് പറ്റി പറ. ഞാൻ എൻ്റെ കല്യാണം ഏൽപ്പിച്ചിട്ട് ഇതിന് മാത്രം സന്തോഷം നിനക്ക്? നശിപ്പിച്ചു. ആ, എണീറ്റാ? എന്തായിരുന്നു അല്ലേ? സോറി, ഞാൻ ഇന്നലെ അടിച്ച് ഭയങ്കര ബൂസായിപ്പോയി. അറിയാണ്ടുള്ള സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു പോയി. അതൊന്നും കുഴപ്പമില്ല. ഇന്നലെ വെള്ളത്തിൻ്റെ പുറത്ത് വന്നല്ലേ, ഞാനതാ സെൻസിൽ എടുക്കുള്ളൂ. എന്താ? ഒന്നുമില്ല. എങ്ങോട്ട് രാവിലെ തന്നെ? എടി പൊട്ടി, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഇന്നെ ഫസ്റ്റ് ഡേറ്റ് ആണ്. ഇന്ന് അവള് വരും. ഞാൻ പോവാ. എടി ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ഞാൻ ഊബർ ബുക്ക് ചെയ്തോളാം. എന്തായാലും ഇനി അങ്ങോട്ട് ഒറ്റയ്ക്കല്ലേ. നീ ചുമ്മാ പട്ടിഷ കാണിക്കല്ലേ. ജംഗ്ഷൻ വരെ ഞാനും വരാം. അവിടെ കിട്ടാൽ മതി ഊബർ ലൊക്കേഷൻ. ആ അവൻ നിനക്ക് ഞാൻ ഇന്നലെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഒന്നും തോന്നുന്നില്ലേ? എടി എന്തു തോന്നാൻ? നീ ഇന്നലെ അടിച്ച് വീലായിട്ട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. അതിനിപ്പോ എന്താ? അതെ, അടിച്ച് വീലായി പറഞ്ഞത്. ആ, അതാണ്. എടി ഞാനല്ല, നിന്നെ ആരും മനസ്സിലായി. ഫ്രണ്ട്ഷിപ്പിനപ്പുറം നിനക്ക് ഇതുവരെ എന്നോട് ഒന്നും തോന്നിയിട്ടില്ലേ? ഇല്ല മാൻ. എടി നീ എൻ്റെ ബെസ്റ്റ് അല്ലേ? ചെറുപ്പം മുതലേ നമ്മൾ അങ്ങനല്ലേ. ഒരു ഫ്രണ്ട്ഷിപ്പിന് ഒരു ബോണ്ട് ഉണ്ട് നമ്മുടെ ഇടയിൽ. അതാണ് എനിക്കിഷ്ടം. എടി ഫ്രണ്ട്ഷിപ്പ് വേറെ, ലവ് വേറെ. ഏതെങ്കിലും ഒരു കോന്തരം കണ്ടുപിടിക്കുക, അപ്പോൾ നിനക്ക് മനസ്സിലാവും. ആ എടി, ഞാൻ ഇന്നലെ ചോദിച്ചതിന് നീ ആൻസർ പറഞ്ഞില്ലല്ലോ. എന്ത്? എടി ഏത് മൊമെന്റിലാണ് നമ്മളൊരു പെങ്കൊച്ചിനെ കിസ് ചെയ്യുമ്പോൾ അത് മെമ്മറബിൾ ആവണേന്ന്? ആ, എനിക്കറിയില്ല. അതിന് നീ എന്തിനും ഒഫൻഡ് ആവണേ? പോരായിരിക്കുമല്ലേ? ആ ദേ എന്താടാ? നീയേ വീട്ടിൽ ചെന്നിട്ട് മെസ്സേജ് അയക്കണോട്ടാ. എന്ത്? എടി മറ്റത്, ഒരു പെണ്ണ് ഏത് മൊമെന്റിൽ കിസ് ആകുന്ന മെമ്മറബിൾ ആവണേന്ന്. ഒന്ന് പോടാ കോപ്പ. ചേട്ടാ വണ്ടി വിട്.
കണ്ണി കെട്ടാമോ ഇരുപാട്ടം നടത്താമോ